പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ സെമി ഫൈനൽസിലെ വളരെ ശക്തമായ മത്സരാർത്ഥികളുമായി. ദിസ് ഈസ് Xylem MBBS മൊബൈൽ എൻട്രൻസ് ആപ്പ് അവതരിപ്പിക്കുന്ന സ്ക്വാഡ് ഫ്ലോ ക്ലീനർ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും സ്പൈസ് പാർട്ട്ണർ ഈസ്റ്റേൺ. ദി ഷോ ഇസ് പവർഡ് ബൈ ഹീൽ ആൻഡ് അതിന്റെ കൂടെ ലെറ്റ് മീ വെൽക്കം ഓൾ ആർ കണ്ടസ്റ്റന്റ്സ്. നമ്മുടെ സെമി ഫൈനൽസിലെ മത്സരം വളരെ വളരെ ബ്യൂട്ടിഫുള്ളി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. 2 റൗണ്ട്സ് ആണ് ഇത്തവണ കണ്ടസ്റ്റൻസിന് നൽകിയിരിക്കുന്നത്. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ് ദാറ്റ് ഇത്തവണ നല്ല ഹൈ മാർക്സ് ഇവരെല്ലാവരും നേടിയെടുക്കേണ്ടത്. ടാലന്റ് റൗണ്ടും സ്മാർട്ട് ഫാമിലി എന്ന റൗണ്ടിലും ഇതുവരെ തുടക്കം മുതൽ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്ന മാർക്സിന്റെ ഒരു ടോട്ടൽ എടുത്തിട്ടായിരിക്കും ഈ റൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഫൈനൽസിൽ ആരൊക്കെയാണ് എത്താൻ പോകുന്നത് എന്ന് ഡിസിഷൻ എടുക്കുന്നത്. ഒരു സാഡ് ന്യൂസ് ഉണ്ട്, ഇതുവരെ ആരെയും നമ്മൾ മത്സരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വിട്ടിട്ടില്ല, എലിമിനേഷൻ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഫൈനൽസിൽ കയറുന്നതിന് മുമ്പ് ഒരു പക്ഷേ ആ ഒരു ഘട്ടം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫേസ് ചെയ്യേണ്ടി വരും അറ്റ് ദി എൻഡ് ഓഫ് ദ സെമി ഫൈനൽസ്. ഓക്കേനോ? മത്സരമല്ലേ? സ്മാർട്ട് ഫാമിലി റൗണ്ടിലേക്ക് നമ്മളുടെ അടുത്ത 2 ഫാമിലീസിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗിരീഷ്, രമ്യയും അമ്മയും, പ്രിൻസ്, അനുഷയും അമ്മയും. റെഡിയാണോ ബുദ്ധിപരമായി മത്സരിക്കാൻ? എങ്ങനെയായിരുന്നു പഠിത്തം സ്കൂളിലൊക്കെ? നിങ്ങൾ വളരെ മോശം. വളരെ മോശം. ഇവിടെയോ? അത് തന്നെ, കുഴപ്പമില്ല. പക്ഷേ ഇത് ബുദ്ധിപരമായ കാര്യം മാത്രമല്ല, വീട്ടുകാര്യങ്ങളും സിനിമാപരമായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ സ്മാർട്ട് ഫാമിലി എന്ന ഈ റൗണ്ടിലെ ആദ്യത്തെ റൗണ്ട് ഇസ് കോൾഡ് കണ്ടതും കേട്ടതും കണ്ടുപിടിക്കൂ. സിനിമ ബേസ്ഡ് ആയിട്ടുള്ള 3 ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഞങ്ങൾ ഒരു ഫോട്ടോ കാണിക്കാം, അത് ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. Can we have the photo please? Identify the actress. ആരാണ്, ഏതാണ് ഈ നടി? ആരാവാം? അനുഷ ബസർ അമർത്തിയിരിക്കുകയാണ്. ആരാണ് ഈ നടി എന്ന് ഗസ് ചെയ്യാൻ പോവുകയാണ്. ഉത്തരം പറഞ്ഞോളൂ. കീർത്തി സുരേഷ്. കീർത്തി സുരേഷ് കറക്റ്റ് ആൻസർ ആണോ? കീർത്തി സുരേഷ് ഗസ് ചെയ്തതാണോ അനുഷ? മുഖഛായ കണ്ടിട്ട് ഗസ് ചെയ്തതാണോ? അരെ വാ, നോട്ട് ബാഡ്, വളരെ നല്ല ഗസ് ആണ്. പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പണ്ട് ഇങ്ങനത്തെ ഒരു ഗസ്സിംഗ് റൗണ്ട് കളിച്ചപ്പോഴും അനുഷ ഭയങ്കര നന്നായി പെർഫോം ചെയ്തൊരു ഓർമ്മയുണ്ട്. സോ മുഖങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരാളാണ്. നിനക്ക് പണി കിട്ടും. അടുത്ത ഒരു മാർക്കിനുള്ള ചോദ്യം ഇതാണ്. ഞങ്ങൾ ഒരു പാട്ടിന്റെ BGM കേൾപ്പിക്കാം. അതേത് പാട്ട്? മൈ ഗോഡ്, ഓ ആരുമില്ല, ആർക്കും കിട്ടിയിട്ടില്ല. വെരി മച്ച് ഗിരീഷ് അമർത്തിയിട്ടുണ്ട്. ഒരു 2 കൽപ്പിച്ച് ഗിരീഷ് ബസർ അമർത്തി ഉത്തരം പറഞ്ഞോ? ഇത് പപ്പയുടെ സ്വന്തം അപ്പൂസലത്തെ പാട്ട് സ്വന്തം. അതിലേതാ പാട്ട്? എനിക്കറിയില്ല. അതാണോ? കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അവിടെ പാസ് ചെയ്യുന്നുണ്ട്. അവിടെ വന്നല്ലോ, ബസർ അമർത്തി. ഓക്കെ, സമയം കഴിഞ്ഞു. ഏതാ? താരാട്ടല്ല, പദ്യം. ഉളപ്പമണ്ണയുടെ പദ്യം. കഴിഞ്ഞു. കറക്റ്റ് ആൻസർ ആർക്കാണ് അറിയാവുന്നത്? ആ പ്രിൻസിനെ എടുത്ത് തോളത്തിട്ടുണ്ട് അനുഷ 2 റൗണ്ട് വേണം നടന്നു. താരാട്ട് പാട്ടാണ്. പാട്ട് കറക്റ്റ് ആണോ നോക്കാം. കറക്റ്റ് ആൻസർ ആണ് രേഷ്മ പറഞ്ഞത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മത്സരിച്ച 2 കുടുംബങ്ങൾ. പക്ഷെ സിനിമയുടെ പേര് പറഞ്ഞത് കൊണ്ട് ഒന്നും കൊടുക്കുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ്, 3ാമത്തെ ചോദ്യം കണ്ടതും കേട്ടതും കണ്ടുപിടിക്കൂ എന്ന ഈ സെഗ്മെന്റിൽ ഒരു മൂവി, ഒരു സിനിമയിലെ സീൻ കാണിച്ചു തരാം. അത് ഏത് സിനിമയാണെന്ന് ബസർ അമർത്തിയതിനു ശേഷം ഞാൻ പറയുമ്പോൾ ഗസ് ചെയ്യാം. ആദ്യം അമർത്തിരിക്കുന്നത് ഗിരീഷിന്റെ കുടുംബമാണ്. സിനിമയുടെ പേര് ഗോഡ് ഫാദർ. യെസ്. അങ്ങനെ നമ്മളുടെ ഈ ഒരു റൗണ്ടിൽ സ്കോറിംഗ് തുടങ്ങിയിരിക്കുന്നു. ഗിരീഷ് ആൻഡ് ഫാമിലി 1 റൺ. വെരി ഗുഡ്. ഇപ്പോൾ ടൈ ആയിരിക്കുകയാണ്. 1 റൺ ഇവിടെ, 1 റൺ അവിടെ. അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്ത റൗണ്ട് വീട്ടുകാര്യങ്ങളെ കുറിച്ചാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അടുത്ത 3 ചോദ്യങ്ങൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സെഗ്മെന്റിലാണ്. 3 ചോദ്യങ്ങളാണ്. സെയിം 1 റൺ വീതമാണ് നൽകുന്നത്. ബസർ അമർത്തിയതിനു ശേഷം മാത്രം ഉത്തരം പറയുക. ഫുൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മുഴുവൻ ചോദ്യം കേട്ടിട്ട് ബസർ അമർത്തിയാൽ നന്നായിരിക്കും. എങ്ങാനും പകുതി വെച്ച് അമർത്തിയാൽ ഞാൻ ചോദ്യം അപ്പം നിർത്തും. ബാക്കി ഗസ് ചെയ്ത് പറയേണ്ടി വരും. റെഡി? വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം, പുതിയ 50 രൂപ നോട്ടിന്റെ നിറം. ഗിരീഷിന്റെ കുടുംബമാണ് ബസർ അമർത്തിയിരിക്കുന്നത്. ഗ്രീൻ.
ഗ്രീൻ എന്ന ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് തെറ്റാണ്. ലൈറ്റ് നീല. ഓ ലൈറ്റ് നീല. എത്ര ലൈറ്റ് ആയിരിക്കും ഈ നീല? നീല കറക്റ്റ് ആൻസർ ആണ്. അവനെ ബേക്കറി നടത്തുന്ന വെറുതെ അല്ല. ഞാൻ എന്നും കൈകാര്യം ചെയ്യുന്നതല്ലേ. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ അടുത്ത ചോദ്യം ഇതാണ്. റെഡി? KSFE-യുടെ ഫുൾ ഫോം. KSFE-യുടെ ഫുൾ ഫോം ഗിരീഷ് ആണ് അമർത്തിയിരിക്കുന്നത്. എന്താണ് KSFE? ജക്കിട്ട് ആലോചിക്കരുത്, പറഞ്ഞോ. കേരള സ്റ്റേറ്റ് FE. കേരള സ്റ്റേറ്റ് ഫണ്ട്. KSFE. അടുത്ത ആൾക്ക് കൊടുത്തോ. കേരള സ്റ്റേറ്റ് ഫിനാൻസ് എന്റർപ്രൈസസ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. പക്ഷെ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കും. നിങ്ങൾ എന്താ പാസ് ചെയ്ത് കളിക്കുന്നോ? നേരത്തെ സിനിമ പേര് പറഞ്ഞു കൊടുത്ത് പുള്ളി വേണം ഇവർ ഉത്തരം പറഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അമ്മമാർ കേട്ടോളൂ, മക്കളും കേട്ടോളൂ. 1 കിലോ സ്വർണം എത്ര പവനാണ്? അയ്യോ, വളരെ ഫാസ്റ്റ് ആയിരുന്നു. ആദ്യം ഇവരാണ് ഒരു ചെറിയ നിമിഷത്തിൽ 1 കിലോ സ്വർണം എത്ര പവനാണ്? 120 പവൻ. സോറി, പാസ് ചെയ്തു. 1 കിലോ സ്വർണം എത്ര പവനാണ്? തെറ്റാണ്. 133 തെറ്റാണ്. എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. വളരെ അടുത്ത് നിന്ന ഒരു ആൻസർ ആയിരുന്നു അനുഷ പറഞ്ഞത്. ആർക്കെങ്കിലും അറിയാം 1 കിലോ സ്വർണം? 125. എല്ലാവർക്കും അറിയാം. 125 പവനാണ്. തെറ്റിപ്പോയതാണ് 5. കുഴപ്പമില്ല. എന്നാലും ഈ ഒരു രണ്ടാമത്തെ റൗണ്ടിന് ശേഷവും 3 റൺസ് നേടി ഈ ഒരു റൗണ്ടിൽ മുന്നിൽ നിൽക്കുന്നത് പ്രിൻസും അനുഷയും അമ്മയുമാണ്. 1 റൺ നേടി ഗിരീഷും അമ്മയും ഈ അനുഷ ഞാനിപ്പോ ശ്രദ്ധിച്ചപ്പോ എന്തോ ചില മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചോ. എന്തോ ഒരു പരിപാടി ചുണ്ടു വിറയ്ക്കുന്ന ചേട്ടാ. സത്യം എനിക്ക് പറ്റിയിട്ടുള്ളോ. ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. കളിയും കാര്യവും. 4 ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഓരോ റൺസ് വെച്ച് നൽകാം കറക്റ്റ് ഉത്തരമാണെങ്കിൽ. ഇതിൽ കുറച്ച് ബോക്സസ് പ്രത്യക്ഷപ്പെടും. അതിനുള്ളിൽ ഒളിഞ്ഞ കാറ്റഗറീസ് ഇരിപ്പുണ്ട്, സെഗ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് ഒരു കളർ ചൂസ് ചെയ്യാം, 2 ടീമും കൂടെ. ആ കാറ്റഗറിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കുന്നത്. ഏത് കളർ വേണം? ബ്ലൂ. നീല ബോക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നീല ബോക്സിനുള്ളിലുള്ള കാറ്റഗറി ഏതാണ് എന്ന് പറഞ്ഞാൽ നിലവറ എന്ന് പറഞ്ഞ ഗോ ഡൗൺ. നിലവറ എന്ന് പറയുമ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചരിത്രമാണ്. ചരിത്രം, ഹിസ്റ്ററിയാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്ററി. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹിസ്റ്ററി? രണ്ടുപേരും ബ്ലാന്ന് പറഞ്ഞിരിപ്പുണ്ട്. 3-1 എന്ന റൺസിൽ നിൽക്കുകയാണ്. പുരാതന കേരളത്തിൽ ഏറെ പ്രചാരണം നേടിയ ചികിത്സാ രീതി. അനുഷ ആയുർവേദം. കറക്റ്റ് ഉത്തരം. ആരോടാ? ഒരു ആയുർവേദ. അത് ശരിയല്ല. അത് ഞാൻ ഓർത്തു പോലുമില്ല ഇയാൾ ആയുർവേദമാണെന്ന്. പുരാതന കേരളത്തിൽ ഏറ്റവും പ്രചാരം നേടിയ ചികിത്സാ രീതി. ഇന്നും വളരെയധികം പ്രചാരണമുള്ള ചികിത്സാ രീതി തന്നെയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി. ഒരു പാശ്ചാത്യ ശക്തിയെ, ഒരു വെസ്റ്റേൺ മാർത്താണ്ഡ. ബസർ അമർത്തി. ബസർ പുള്ളി അമർത്തിയത് ആണോ? അതെ. പിന്നെ മാർത്താണ്ഡവർമ്മ ആയിക്കോട്ടെ. എടാ, അതെ, ഞാൻ സഹിച്ചല്ലേ. ഈ അനുഷ ഒരു ക്വിസ് മേഖലകളിൽ പങ്കെടുത്ത ഒരാളാണോ? നോട്ട് ബാഡ്. പങ്കെടുക്കാം. നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ബുദ്ധിയാണെന്ന് തോന്നുന്നു. ഓക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബസർ അമർത്താതെ പോയത് കൊണ്ടും ഉത്തരം പറഞ്ഞതുകൊണ്ടും ആ ഉത്തരം ഗിരീഷ് അങ്ങ് കടമെടുത്ത് കറക്റ്റ് ഉത്തരമാക്കി മാറ്റി 1 റൺ നേടിയിരിക്കുന്നു. പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നിലവറയിൽ നിന്നും. കേരളത്തിലെ ആദ്യ രാജ്യവംശം. കേരളത്തിലെ ആദ്യ പറഞ്ഞോ. ചോള ഡൈനോസ്. കേരളത്തിലെ ആദ്യ രാജവംശം. ചേര രാജാക്കന്മാർ. രാജവംശം അല്ലേ? രാജ അല്ല. ചേര രാജവംശം. എനിക്കറിയില്ല. ഏതെങ്കിലും ഒന്നും തീരുമാനിച്ചിട്ട് പറ. കൊടുത്തോ.
ഏതാണ്? അറക്കൽ രാജവംശം. ചോള. വേറെ ആർക്കെങ്കിലും വേറെ വല്ല ഉത്തരം അറിയാവോ? എന്റെ ഉത്തരം അനുസരിച്ച് രണ്ടും തെറ്റാണ്. കേരളത്തിലെ ആദ്യ രാജവംശം ആയി രാജവംശം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വായിച്ചിട്ടുണ്ട് ആയി രാജവംശം. ഓക്കെ, ഇനി നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ റൺസ് എത്രയാണ്? 2-4. ഒറ്റ ഒരു റണ്ണിനുള്ള ചോദ്യമാണ്. എന്നാലും നമുക്ക് കൂടുതൽ നേടാനുള്ള ശ്രമം ട്രൈ ചെയ്യാം. ഇതാണ് ചോദ്യം. മാമാങ്കം നടന്നത് എവിടെ? മാമാങ്കം എവിടെ? എവിടെയാണ് മാമാങ്കം നടന്നത്? തൃശ്ശൂരാണോ? അല്ല, കൊട്ടാരക്കര. ഫോർട്ട് കൊച്ചി. പറഞ്ഞോ. ട്രിവാൻഡ്രം. തിരുനാവായ. ഭാരതപ്പുഴയുടെ തീരത്ത്. ഭാരതപ്പുഴയുടെ തീരത്താണ്. കുഴപ്പമില്ല. പലകുറി കൊണ്ടാടി. ഇതോടെ നമ്മളുടെ ഈ സ്മാർട്ട് ഫാമിലി റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ടോട്ടൽ സ്കോർസ് എത്രയാണെന്ന് പറയാം. അറ്റ് ദി എൻഡ് ഓഫ് our 3 rounds, പ്രിൻസ്, അനുഷ ആൻഡ് അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 4 റൺസ് ആണ്. ആൻഡ് ഗിരീഷ്, രേഷ്മ ആൻഡ് അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 2 റൺസ് ആണ്. നോട്ട് ബാഡ് ആറ്റ് ഓൾ. പക്ഷേ ആ 4 കിട്ടിയെങ്കിലും ലാസ്റ്റ് മാമാങ്കം തിരുവനന്തപുരത്താന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ സാധനം നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ വിട്ടിരിക്കുന്നു. നന്നായി തന്നെ പെർഫോം ചെയ്തു. 4 റൺസ് നേടിയെടുത്തു. ഈ 4 റൺസ് ഇതുവരെയുള്ള ടോട്ടലിലേക്ക് ആഡ് ചെയ്യും. ആൻഡ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന്. ബട്ട് ഗുഡ് ജോബ് ടു ബോത്ത് ടീംസ്. താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക് എവരിബഡി. Xylem MBBS മൊബൈൽ എൻട്രൻസ് ആപ്പ് അവതരിപ്പിക്കുന്ന സ്പോട്ട് ഫ്ലോ ക്ലീന. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും സ്പൈസ് പാർട്ണർ ഈസ്റ്റേൺ. ദി ഷോ ഇസ് പവർഡ് ബൈ ഹീൽ. ഇനി നമുക്ക് ചാലഞ്ച് റൗണ്ടിലേക്ക് കടന്നാലോ? അടുത്തതായിട്ട് shall we? ചാലഞ്ച് റൗണ്ട്. ലെറ്റ്സ് നൗ വെൽക്കം നമ്മളെ പുതുതായി വിവാഹിതരായ, ഇന്ത്യയിലെ തന്നെ ഒരു പക്ഷേ ടെലിവിഷനിൽ ആദ്യമായി ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ആ ദമ്പതിമാർ. Here they are in the challenge round, Heba and Rival. തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലി പുഴയൊരു അമ്പത്തി കൂന്താലി പുഴയൊരു അമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹറും കൊണ്ടു നടന്നവർ കൂനി കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞു കന്നി പഹയത്തി കൂന്താലി പുഴയൊരു അമ്പത്തി കൂന്താലി പുഴയൊരു അമ്പത്തി അടുത്ത് വാ മുത്തേ, ഇക്കാന്റെ അടുത്ത് വാ. ഇനി ഞമ്മക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് ഞമ്മളെ കൽബ്. എന്നിട്ട് അടുത്ത് വാങ്ങ്. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? മയ്യത്തായി പോയ ഞമ്മള് വല്യുപ്പാപ്പ എവിടെ? ഇന്ന് ഉച്ചക്ക് ഞമ്മള് കനവില് വന്ന്. അത്രയല്ലേ ഉള്ളൂ. മൂപ്പര് ഞമ്മള് കനവില് വന്ന് പറഞ്ഞതെല്ലാം ഇതുവരെക്ക് നടന്നിരിക്കണം. അതാ ഞമ്മക്ക് പേടി. ഒന്ന് തെളിച്ചു പറയണ്ട. അതിനാ ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് ഞമ്മള് കെട്ടിയവന്റെ ഒപ്പം മണിയറെ കഴിഞ്ഞാല് നിങ്ങള് മയ്യത്തായി പോകുന്നു പറഞ്ഞു. മയ്യത്താവുമ്പോ അന്റെ ഉപ്പപ്പാക്ക് പെരാതുണ്ടായിരുന്ന ഇങ്ങനെ വായി തോതിയൊക്കെ വിളിച്ചു പറയാ. ആമിന, കാലം എത്ര പരിഷ്കരിച്ചിരിക്കണ്. വിവരമുള്ളവരിപ്പോ ഇതൊന്നും ബിസിനസ് സ്കൂലാ. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട ഞമ്മളെ നിക്കാഹിന് 2 ആഴ്ച മുമ്പ് വല്യുപ്പാപ്പ കനവില് വന്ന്
വടക്കുനാട്ടിൽ നിന്നൊരു സുന്ദര ഹാജിയാര് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു. നടന്നില്ലേ? പിന്നെ ഒരു ദിവസം കനവിൽ വന്ന് പറഞ്ഞ് പൊരയിലെ മുട്ടനാട് ചത്തു പോകുന്നു. എന്നിട്ട് ചത്ത തലയും കുത്തി താഴെ വീണ് ചത്ത്. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? നിങ്ങള് മയ്യത്തായ പിന്നെ ഞമ്മക്കാരാ. അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല അതൊന്നും എൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മേത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. സോ ലവ്ലി. എത്രാമത്തെ കല്യാണമായിരുന്നു ഇയാളുടെ? കല്യാണം കഴിക്കാനാണ് ഒരു മൂന്നാമത്തെ കല്യാണത്തിലാണ് സൗന്ദര്യ വരുന്നത്. പക്ഷെ കല്യാണം കഴിച്ചിട്ട് എന്ത് കാര്യം പടി. വീണ്ടും ലാലേട്ടന്റെ മറ്റൊരു സിനിമ. ലാലേട്ടന്റെ സിനിമകൾ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുള്ളൂ, അതോ അതാണോ തീം? അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മള് ശ്രീനിവാസ ചേട്ടനാണ് അങ്ങനെ നോക്കി. പക്ഷെ ഈ സിനിമയിലും പ്രേമിക്കുന്ന ആളായിട്ട് ലാലേട്ടനല്ലേ അല്ലെ? പക്ഷെ ഓഫ് കോഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കിളിച്ചുണ്ടൻ മാമ്പഴം, പ്രിയദർശൻ സാറിന്റെ. പിഷു തന്നെ എന്ത് തോന്നി ഇത് ഫുൾ ആയിട്ട് കണ്ടപ്പം? എന്തായാലും കാണാൻ രണ്ടുപേരും പെർഫെക്റ്റ്. കാണാൻ നല്ല രസമായിരുന്നു. റിവാസിന്റെ പ്രകടനം നല്ല ചിരി വരുന്നതായിരുന്നു കേട്ടാ. ഒരു തലി പോലും ശ്രീനേട്ടനെ അനുകരിച്ചിട്ടൊന്നുമല്ല ചെയ്തേക്കുന്നത്. ഇത് വേറൊരാളായിരുന്നു 100%. പക്ഷെ പുള്ളിയുടെ ഒരു ആക്രാന്തവും ഒരു സങ്കടവും സ്വപ്നവും ഒക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു. എവിടെ ഒരു ക്ഷീണമില്ല. തുടങ്ങുമ്പോൾ തീരുന്നവർ അയാളുടെ ഒരു ആവേശവും കൊതിയും ദേഷ്യവും, ദേഷ്യപ്പെട്ട് പോകുമ്പോഴുൾപ്പെടെയുള്ള ആവേശമൊക്കെ നന്നായിരുന്നു. തനിക്ക് പിന്നെ ഞാൻ ഇന്നാൾ ആരോട് പറഞ്ഞു കൊടുത്ത പോലെയാണ്, അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ഡാൻസ് ഉണ്ട്. നിപ്പിലും നടത്തത്തിലും ഒക്കെ മര്യാദക്കുള്ള സീന് കരഞ്ഞഭിനയിക്കുവാണെങ്കിലും ഒക്കെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു മൊത്തത്തില്. എങ്കിലും മൊത്തത്തിൽ നല്ല രസമുള്ള, കണ്ടിരുന്ന എത്ര നേരം കണ്ടാലും പരിപാടിയായിരുന്നു. ആക്രാന്തം അങ്ങ് വിശ്വസിക്കാം നമുക്ക്. ആക്രാന്തം അവന് വിശ്വസിക്കാൻ പറ്റും. ആക്രാന്തം. അതെ, എല്ലാം ഫ്ലവേഴ്സ് ഫസ്റ്റ് നൈറ്റ് ഞങ്ങൾ ആരും കണ്ടില്ല. ഞങ്ങൾ അയച്ചിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനും രഞ്ജിനി എത്ര നേരം ഒളിച്ചു തന്നു, ഒന്നും കണ്ടില്ല. പക്ഷെ അമ്മമാരത്ത് ഞാൻ ചോദിക്കട്ടെ, അമ്മമാരെന്തായിരുന്നു ഇത്ര നാണിച്ചൊരു ചിരി? ഇവർ രണ്ടുപേരും ആ പുതപ്പിന്റെ അടിയിൽ പോയി ഇങ്ങനെ പോയപ്പോഴാന്ന് തോന്നുന്നു. എന്താ ഇത്ര നാണം? എന്താ അമ്മേ പറഞ്ഞേ? നല്ല ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു രണ്ടാളും. പിന്നെ റിവാസിന്റെ ഓരോ കണ്ടപ്പോഴും നമുക്ക് ഓരോ അഭിനയം കണ്ടപ്പോൾ നമുക്കും ചെറുതായിട്ടൊക്കെ നാണങ്ങൾ തുടങ്ങി. അതിൽ ഏറ്റവും കോമഡി, എന്ത് കാര്യം പറഞ്ഞാലും സീരിയസ് ആയി പറയുന്ന അമ്മയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്. നമ്മുടെ കിഷോറിന്റെ അമ്മ. എന്നെ അമ്മയ്ക്ക് ചിരി വരാൻ കാരണം ഇവരുടെ ഈ ആക്ട് കണ്ടിട്ട് സന്തോഷം കൊണ്ട് അങ്ങ് ചിരിച്ചതാ. ഇനിയിപ്പോ അത് പറയാനല്ലോ പറ്റും. ഈ മണി ഈ ഫസ്റ്റ് നൈറ്റിലേക്ക് ചെറുക്കനെയും പെണ്ണിനെയും കയറ്റി വിടുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എന്താ കാരണം? ആർക്കെങ്കിലും അറിയാം? അറിയത്തില്ല, സംഭവം എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് സീറ്റ് പിടിച്ചത് എന്തെങ്കിലും കാണാന്ന് വെച്ചാൽ ഇവിടെയും കാണുകയല്ല, ഒരു കുന്തവും കാണാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത് നമ്മളുടെ ടാലന്റ് റൗണ്ടിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ വേറൊരു കാര്യം, ഹെബയെ നമ്മളുടെ ഈ കൂട്ടത്തിൽ ആർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു ക്ലൂ തരാം. ഒരു കൊച്ചു കുട്ടിയാ. എനിക്ക് എല്ലാരും ഒരുപോലെ ഇഷ്ടം. അങ്ങനെ പറയരുത്. കുട്ടി എന്ന് പറഞ്ഞ ചട്ടി എന്നല്ലേ? വൈഷ്ണവിനെ പറഞ്ഞില്ലേ? ഹെബ ചേച്ചിനെ ഇഷ്ടമാണോ? ഹെബ ചേച്ചി എന്നാണോ? ഹെബ ആന്റി എന്നാണോ? എന്താ വിളിക്കുന്നത്? ഹെബ എന്നാ വിളിക്കുന്നത്. ഹെബ എന്നാ വിളിക്കുന്നത്. എന്താണ് ഹെബേനെ ഇഷ്ടപ്പെടാൻ കാരണം? നല്ല ഭംഗിയുണ്ട്. എന്താ പറഞ്ഞ? നല്ല ഭംഗിയുണ്ടെന്നാണോ പറഞ്ഞേ? അപ്പൊ അമ്മയ്ക്ക് ഭംഗിയില്ലെന്നാണോ? അതെ. ആയുവിന് ഭംഗിയില്ലേ? അർപ്പണയ്ക്കോ, ഐശ്വര്യക്കോ, ശരിജയ്ക്കോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, രഞ്ജിനിക്ക് നല്ല ഭംഗി. നിനക്ക് രഞ്ജിനോട് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? മതി. ഹെബ തന്നെ മതി. മോനെ, രഞ്ജിനി ചേച്ചിക്ക് എന്താ കുഴപ്പം? എനിക്ക് അതൊന്നും ചോദിച്ചാൽ അത് അച്ഛൻ ബുക്ക് ചെയ്ത് വെച്ചേക്കുവാന്ന് പറഞ്ഞു. രഞ്ജിനി ചേച്ചിക്ക് എന്താ കുഴപ്പം? ഭംഗിയുള്ള ഹെബ തന്നെ. എന്റെ ശ്രീകാന്തെ അപ്പന്റെ മോനാണെന്ന് എന്റെ യാതൊരു സംശയവും വേണ്ട. അപ്പൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രേമിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ ഇവൻ UKG തുടങ്ങിയിട്ടുണ്ട്, ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലൈനുണ്ടാ? ഇപ്പൊ ലൈനുണ്ട്? ഗേൾഫ്രണ്ട് ഉണ്ടാ? അപ്പൊ ആ ഗേൾഫ്രണ്ട് എന്ത് പറയും? നിനക്ക് ഹെബേനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാ ഭയങ്കര കൂൾ ഗേൾഫ്രണ്ട് ആണോ? കുഴപ്പമില്ല, നീ പ്രേമിച്ചോ? അധികം കുഴപ്പമൊന്നുമില്ല. അധികം കുഴപ്പമൊന്നുമില്ല.
ഗേൾഫ്രണ്ട് ആരാ കേക്കട്ടെ? ഇവിടെയുള്ള ആരെങ്കിലും ആണോ? പേര് പറയാൻ പറ്റില്ല. അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ലൈഫ് വെച്ചിട്ട് ഗെയിം കളിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് അച്ഛനും അമ്മയ്ക്കും അറിയാം ആരാ? ഞങ്ങൾക്കറിയാം. അപ്പൊ ഫുൾ എത്രാം ക്ലാസ്സിലായി ഇപ്പൊ വൈഷ്ണവ്? കേക്കട്ടെ. സെക്കൻഡ് ക്ലാസ്. ഓ, ഐ എം സോ പ്രൗഡ് ഓഫ് യു. കേറുവാടാ മക്കളെ, കേറുവാടാ. ഈ വൈഷ്ണവിലെ കളരി പഠിക്കാൻ പോണേ? അവിടെ ഗുരുവിന്റെ മോളാണോ? അതെ. ആശാന്റെ നെഞ്ചത്തോട്ട് തന്നെയാണ് കേറിയിരിക്കുന്നത്. ഇടാ വൈഷ്ണവ, എനിക്ക് രഞ്ജിനി ചേച്ചി തന്നെയാണ് ഇഷ്ടം. പക്ഷെ നിനക്ക് എന്താ എന്റെ രഞ്ജിനിക്ക് എന്താ കുറവ്? നീ ഒന്ന് പറഞ്ഞു. അവൻ കാരണം പറഞ്ഞില്ലേ വിഷു? അല്ല ഹെബയ്ക്ക് ഭംഗി രഞ്ജിനിയേക്കാളും, പക്ഷെ രഞ്ജിനിക്ക് എന്തോ ഒരു കുറവ്. വൈഷ്ണവ ഒരു കുറവുമില്ല, പക്ഷെ ഹെബ എനിക്ക് ഇഷ്ടം. ഓ, ഇവൻ മറ്റേ ദൃഢമായി എടുത്ത തീരുമാനം നമ്മൾക്ക് ഒന്നും മാറ്റാൻ പറ്റൂല. എന്റെ പിഷു, എനിക്ക് ഹെബയാണ് ഇഷ്ടം. അല്ല, അവൻ അതിനകത്ത് വിട്ടുവീഴ്ചയില്ല. എന്നാലും കുറച്ചൊക്കെ ഇഷ്ടമുണ്ടോ രഞ്ജിനി ചേച്ചിയോട്? ചോദിച്ചാൽ നമ്മുടെ കാശാനല്ല, ഗുരുവിന്റെ മകൾ ഇവിടെ നിപ്പുണ്ട്. ഇവിടെ ഇത്ര ഹൈറ്റ് ഉണ്ടാവും അല്ലേ? ഹെബ ഇപ്പുറത്തും, ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും. നീ ആരെ ചൂസ് ചെയ്യടാ? ഒരാളെ പറ്റത്തുള്ളൂ. ഹെബ. ഓ അയ്യോടാ, പിന്നെയാണോ ഞാൻ തോറ്റത്? എനിക്ക് ഒരു കുഴപ്പമില്ല. സ്വന്തം ഗേൾഫ്രണ്ടിനെ ഏതോ ഒരു വീട്ടിലൊരു ഗുരുവിന്റെ മകൾ ഇപ്പൊ റിമോട്ട് എടുത്ത് അല്ല, ആ കൊച്ചും കളരി പഠിക്കുന്നുണ്ട്. ഇനി ഇവർ രണ്ടുപേരും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവനിട്ട് കിട്ടിക്കോളും ഇത് കാണുമ്പോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവൻ പെണ്ണുങ്ങളെ നോക്കിക്കോട്ടെ, അതൊക്കെ നല്ല കാര്യം. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ഫുൾ കുട്ടിപ്പട്ടാളത്തിനെ നോക്കി എല്ലാവരുടെ കാര്യം റെസ്പോൺസിബിളി ഹാൻഡിൽ ചെയ്യുന്നതും വൈഷ്ണവാണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. നീ വായി നോക്കിക്കോ. Thank you. You have our permission. Okay. That. Congratulations. Thank you. നല്ല റൺസാണ്. Good job. Welcome back everybody. Xylem MBBS mobile entrance app അവതരിപ്പിക്കുന്ന സ്ക്വാഡ് ഫ്ലോ ക്ലീന ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും സ്പൈസ് പാർട്ണർ ഈസ്റ്റേൺ. The show is powered by Heel. And now നമ്മളുടെ സെമി ഫൈനൽസിലെ മത്സരത്തിൽ ഇതാ എത്തുന്നു ടാലന്റ് റൗണ്ടിൽ പങ്കെടുക്കാൻ ജിൻസൺ ആൻഡ് രേഷ്മ. ഒരു തരി കുങ്കുമവും കുനുമണി ചന്ദനവും പൊൽത്താലത്തിലെ പൊന്നാ ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നി ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഈ വിവാഹം നടക്കില്ല. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ നീ ഇവിടെ വന്ന ഉദ്ദേശം നടക്കാത്തതുകൊണ്ടോ? ബോബി എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഒരുപക്ഷെ പണ്ടത്തെക്കാൾ കൂടുതൽ. അന്ന് എന്റെ കുടുംബത്തിൽ നടന്ന ദുരന്തം ബോബിയെ അറിയിക്കാനാണ് ഞാൻ റൂമിൽ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് അതിന് കാരണക്കാരനായ മനുഷ്യൻ ബോബി ആരാധിക്കുന്ന ബോബിയുടെ സഹോദരനാണ് എന്ന്. തളർന്നു പോയി ഞാൻ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. പിന്നീട് എന്റെ സഹോദരി മരിച്ചപ്പോ ഈ കുഞ്ഞൊരിക്കലും ബേബിച്ചായനൊരു ഉപദ്രവമാവരുതെന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അത് ഞാൻ പാലിക്കുമായിരുന്നു. പക്ഷേ ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം? ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? ഞാൻ കാരണം ഇനി ആരും കൂടുതൽ വിഷമിക്കരുത്. ബേബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു തെളിവ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു ബന്ധത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ബോബിയെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത്. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിന്റെ അച്ഛനായി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ബോബിയെ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ പൊയ്ക്കോളാം, ആരെയും നോവിക്കാതെ. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട്.
അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വീണ്ടും പോകുന്നു എന്ന് പറയുന്നു. ബോബി, എനിക്ക് പറയാനാവാത്ത കാര്യങ്ങൾ. നിർത്തടി. നീ എന്നെ കുരങ്ങ് കളിപ്പിക്കാനോടി? നിനക്കെന്താ എത്ര പറയാൻ വയ്യാത്ത രഹസ്യങ്ങൾ? നീ വല്ലവന്റെ ഭാര്യയാണെന്നോ? അതോ നീ ആരെങ്കിലും കൊന്നിട്ട് വരികയാണെന്നോ? അതോ അമേരിക്ക ആദ്യം മുമ്പ് നിന്റെ തലയെ കെട്ടി വെച്ചിരിക്കുകയാണെന്നോ? അതോ നീ നിന്റെ അമ്മയെ കെട്ടിക്കാൻ നടക്കാണെന്നോ? എന്താന്ന് വെച്ചാ പറ. പറഞ്ഞ് തുടങ്ങടി. അതോടെ ലോകം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. പറയടി, പറയേ. ജിൻസൺ ആൻഡ് രേഷ്മ മിന്നാരം എന്ന സിനിമയിലെ വളരെ ഇമോഷണൽ ആയ ഒരു സീനും വളരെ പോപ്പുലർ ആയ ഒരു പാട്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ടാലന്റ് റൗണ്ടിൽ ഇവർ പ്രസന്റ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഐ ലവ് ഇറ്റ് ടു. പക്ഷെ ജഡ്ജ് ഇരിക്കുമ്പം ജഡ്ജ് പറയട്ടെ. പിഷു, നമ്മുടെ ഇതുവരെ കണ്ട ഈ റൗണ്ടുകളിൽ ആദ്യമായിട്ടാണ് ഒരു ഇമോഷണൽ സീൻ ഇവിടെ ചെയ്തത്. ബാക്കിയെല്ലാം ഫണ്ണുള്ള സീനുകളാണ് വന്നുകൊണ്ടിരുന്നത്. അതിൽ ഇമോഷണലുള്ള സീൻ പാടും, ഫണ്ണുള്ള സീൻ എളുപ്പവുമെന്ന് ഞാനൊരിക്കലും പറയത്തില്ല. ഞാനിത് രണ്ടും ഒരേപോലെ പാടുള്ളതാണ് കാണിക്കാനും. ആളുകൾ എപ്പോഴും അവാർഡ് കമ്മിറ്റികളൊക്കെ ആയ കാലം തൊട്ട് എപ്പോഴും ഇമോഷൻ സീൻ ചെയ്യുന്നവനാണ്. അവസാനം കൊണ്ടൊരു അവാർഡ് കൊടുക്കുന്ന കാര്യം വരുമ്പോൾ എണ്ണുമ്പം ഇതാണ് ഭയങ്കര അഭിനയം എന്ന് പറയും. പക്ഷെ രണ്ടിനും തുല്യമായ ടാലന്റ് പ്രകടനം കാണിക്കുന്നവർക്ക് വേണമെന്നുണ്ട്. ഇതിനകത്ത് ജിൻസന് പറ്റിയ പ്രശ്നം എന്താ പറയുക, ജിൻസന് ഡയലോഗ് കുറവാണ്. താനും നിന്ന് കഥാപ്രസംഗം പോലെ അപ്പുറത്ത് കിടക്കുക. ജിൻസന് റിയാക്ഷൻ ആണ് കൂടുതൽ വേണ്ടത്. റിയാക്ഷൻ ചെയ്യല് ഡയലോഗ് ഉള്ളവനേക്കാളും പാടുള്ള പണിയാണ്. ഭയങ്കര ടഫാ. ഓപ്പോസിറ്റ് എന്ന് ഒരുത്തം പറയുമ്പോ ഇതിനോട് റിയാക്ട് കൈ എവിടെ വെക്കണം, സട്ടിലായിട്ട് ചെയ്യണം, നമ്മുടെ കൈ എവിടെ കൊണ്ടുവെക്കണം, കാലെവിടെ കൊണ്ടുവെക്കണം, നമ്മൾ വടി പോലെ നിന്ന് പോവുകയാണോ, ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് ജിൻസൺ നേരിട്ടത്. പുള്ളിക്കാരത്തിൽ നിന്ന് സ്കോർ ചെയ്യുമായിരുന്നു. വളരെ സുന്ദരിയായിരിക്കും. അല്ലെങ്കിൽ ഇല്ലെന്നല്ല, ഞങ്ങൾ അവിടെ നിന്ന് പറയായിരുന്നു സോ ബ്യൂട്ടിഫുൾ, ഗംഭീര നല്ല സുന്ദരിയായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ശോഭനയുടെ ഒക്കെ ഒരു ചായയൊക്കെ വെറുതെ തോന്നുന്ന ചായ ഇല്ല. ശോഭനയുടെ കട്ടുണ്ട്. ആരാ പറഞ്ഞത്? ഇവിടെ ആരോ അല്ലേ? ശരിക്കും അല്ലെങ്കിലും എന്തോ ഒരു കട്ടുണ്ട്. അല്ല, അവിടെ വയലിൻ അടിച്ചോണ്ടിരുന്നപ്പോഴേ തോന്നി ആ ഒരു കട്ട് അതുപോലെ ഉണ്ട്. അതിന്റെ പേര് ഗിറ്റാർ എന്നാകട്ടോ. വയലിൻ അല്ലാതെ വയലിൻ അടിച്ചിരുന്നപ്പോഴേ തോന്നി. അടിച്ചോണ്ടിരുന്ന വയലിൻ അടിക്കുകയാണ്. വയലിൻ അടിച്ച് ഡോക്ടർ തന്നെ. സാരില്ല, ആ കമന്റിന് ഞാനൊരു മുട്ടായി വെച്ചിരുന്നു. ഇല്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ഒന്നെങ്കിൽ ആ ഛായ തോന്നി, അല്ലെങ്കിൽ അഭിനയത്തിലൂടെ നമ്മളെ തോന്നിപ്പിച്ചു. അതുമാവാം. സോ യു ഹാവ്, ഐ തിങ്ക്, ഒരു നല്ല പൊട്ടൻഷ്യൽ ഇവിടെ നമ്മൾ കണ്ടെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ തന്നെ കൈവിട്ട് പോടാ. ഈഗോ അടിച്ച് ഞാൻ ചാവും. നമ്മള് പണ്ടേ മറ്റേ IAS-നോ എന്തോ കുന്തത്തിനോ വിട്ടാ മതിയായിരുന്നു. അനുഭവിക്കും. മുമ്പൊക്കെ അറിയുന്ന പോലെ അഭിനയിച്ച് ഇപ്പത്തെ കണ്ണീര് ശരിക്കും നിനക്കാണെങ്കിലേ ഒരു 20 വർഷം മുമ്പുള്ള വാർത്തയൊക്കെ തപ്പുവാണെങ്കിൽ ഉമ്മൻചാണ്ടി സാർ ഊട്ടി പോയ ഫോട്ടോ കിട്ടുമെന്ന് നോക്കണം. ചേട്ടാ, ഇത് ഉമ്മൻലാൽ. ഉമ്മൻലാൽ ഫ്രം ഊട്ടി. ഉമ്മൻചാണ്ടി സാർ ഊട്ടി പോയപ്പോ കുതിരയുടെ അടുത്ത് കുതിരപ്പുറത്ത് കയറുന്നതിന് മുമ്പ് എടുത്ത കൈയടിച്ചു. പക്ഷേ ഡയൽ 20 വർഷം മുമ്പാ. അന്ന് നരയില്ല. അതൊക്കെ രാഷ്ട്രീയം കയറ്റുവാ. അതൊക്കെ രാഷ്ട്രീയം കയറ്റുമോ? ഉമ്മൻചാണ്ടിയുടെ എനിക്ക് മനസ്സിലായി. നീ മിണ്ടരുത്. ഒന്നും പറയണ്ട. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ മറ്റേത് പൊങ്ങിയാ ഇവിടെ അപ്പുറത്ത് പൊങ്ങും. ഒന്നും വേണ്ട. രണ്ടും ചട്ടക്ക. Sunny Umanlal, go have fun. You did fantastically well. Welcome back everybody. Xylem MBBS mobile entrance app അവതരിപ്പിക്കുന്ന സ്പോട്ട് ഫ്ലോ ക്ലീനർ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും സ്പൈസ് പാർട്ണർ ഈസ്റ്റേൺ. The show is powered by Heel. ഇവിടെ വന്ന് നല്ല തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു അപ്പയുടെ കൂടെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ഗ്രേറ്റ് ഡാൻസർ. സോ ശരിക്കും ലൈഫിൽ വാട്ട് ഡു യു വാണ്ട് ടു ബി? എന്താവാനാണ് ആഗ്രഹം? റിച്ച് ആൻഡ് ഫേമസ്. റിച്ച് ആൻഡ് ഫേമസ്. പണക്കാരനാവണം, ഫേമസ് ആവണം, ലോക പ്രശസ്തനായ പണക്കാരൻ. അതെ, വേദനിക്കുന്ന കോടീശ്വരനാകാനാണ് അവന് താല്പര്യം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവർ രണ്ടുപേരും, അച്ഛനും അമ്മയും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ടുപേരാണ്. ബിക്കോസ് അവര് വെറ്റനറി ഡോക്ടേഴ്സ് ആണ്. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന, അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഡോക്ടേഴ്സ് ആണ്. പക്ഷെ ദേവൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് കേട്ടു. അതെന്താ? അച്ഛനും അമ്മയും മൃഗ ഡോക്ടേഴ്സ് ആയത് ഇഷ്ടമല്ലേ?
എനിക്ക് ഡോഗ്സിനെ ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വെറ്റിനറി ഡോക്ടർ ആവുന്നതിൽ എനിക്ക് അത്ര ഇഷ്ടം. എന്താ കാരണം? ഡോഗ്സിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, യു ഹാവ് പെറ്റ്സ്. ബട്ട് വൈ, എന്തുകൊണ്ടാണ് ഇവര് ഡോഗ്സിനെ അല്ലെങ്കിൽ അല്ല, ഇവര് ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്തോ കാരണമുണ്ട്. വൈ? സർജറി ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്ത് സർജറിയാ ചെയ്യുന്നത് അവര്? യൂട്രസ് ഇത് റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പൊ ബേസിക്കലി വന്ധ്യകരണം എന്ന് പറയും. ഇപ്പൊ ABC, ആനിമൽ ബർത്ത് കൺട്രോൾ, ഈ തെരുവിലുള്ള പട്ടികൾക്ക് അവരുടെ പെറ്റ് പെരുകാതിരിക്കാൻ വേണ്ടി വന്ധ്യകരണം. അത് മോൻ ഇഷ്ടമല്ല, അത് നാച്ചുറലി വിടണം എന്നാണ് മോൻ പറയണേ. യെസ്. എനിക്ക് വലുതാകുമ്പം ഡോഗ്സിനെ ഉണ്ടാവുമ്പോ ഇവരുടെ അടുത്ത് ഒരിക്കലും സർജറി ചെയ്യാൻ വരില്ല എന്ന് ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു. ബിക്കോസ് വന്ധ്യകരണം പാടില്ല. ഡോഗ്സ് ഷുഡ് ഓൾസോ ഹാവ്. നിറയെ ഡോഗ്സ് വേണം, പപ്പീസ് വേണം. അതുകൊണ്ട് അമ്മയ്ക്ക് തരില്ല അവര്. ഓ മൈ ഡോഗ്. 10 കഴിയുമ്പോ വന്നോളൂ. ഇവൻ ഇതൊക്കെ പറയുമെങ്കിൽ ഇവന്റെ എന്തോ കാര്യം. ഞാൻ സ്കൂളിൽ അന്വേഷിച്ചപ്പോ നിന്റെ അച്ഛനെ ഈ ഇടയ്ക്ക് സ്കൂളിലേക്ക് വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് ഞാനും കേട്ടു. എന്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ന്യൂസ് എത്തി. എന്തിനാ സ്കൂളിൽ അച്ഛനെ വിളിപ്പിച്ചേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ഒന്നേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഒന്നുമില്ല. എന്തിനാ മോനെ സ്കൂളിൽ വിളിപ്പിച്ചേ? ഒന്നുമില്ല. കിഷോർ പറ എന്തിനാ സ്കൂളിൽ പോയേ? ഫസ്റ്റ് തേപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് തേപ്പ് ഇവന് തേപ്പ് കിട്ടി. ഇവന് തേപ്പ് കിട്ടി. ആണോ? നിന്നെ തേച്ചോടാ മോനെ? സോ സാഡ്. വാട്ട് ഹാപ്പൻ? എത്ര വയസ്സിലാ? എങ്ങനെ തേച്ച കേക്കട്ടെ? അങ്ങനെയൊന്നുമില്ല. ഏത് ക്ലാസ്സിലാ? ഞാൻ പഠിക്കുന്ന ക്ലാസ്സിലായിരുന്നു. കുത്തുവെച്ച് വന്നാണല്ലോ. ഞാൻ പഠിക്കുന്ന ക്ലാസ്സിലാണ്. ഏത് ക്ലാസ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്? എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട്, പക്ഷെ ആദ്യത്തെ തവണ ഇതാണ് തേപ്പ് കിട്ടിയത്. തേപ്പ് കിട്ടിയപ്പോ ഞാൻ എന്തോ ചെയ്തു. മോൻ എന്ത് കുഴപ്പമുണ്ടെന്നും പറഞ്ഞ അവള് തേച്ചത്? പ്രിൻസിപ്പളുടെ അടുത്ത് പോയി. അയ്യോ, വഞ്ചിച്ചു. പെങ്കൊച്ച് പ്രിൻസിപ്പളുടെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ അതിന് തേപ്പെന്നല്ല പറയുന്നത്. നീ അവളെ ബുദ്ധിമുട്ടിച്ചോണ്ടല്ലേ? ഞാനൊന്നും ചെയ്യില്ല. Are you sure? ലവ് ലെറ്റർ കൊടുത്തോ? നോ. പിന്നെ എന്താ എങ്ങനെയാ പ്രപ്പോസ് ചെയ്തേ? ഞാൻ പ്രപ്പോസ് ഒന്നും ചെയ്യില്ല. മനസ്സില് ഞാൻ പറഞ്ഞതൊന്നുമില്ല. പിന്നെ വെറുതെ കൊച്ചു പോയി പറയൂ? അങ്ങനെയൊന്നുമില്ല. പിന്നാലെ നടന്നോ? ഫ്രണ്ട്സ് പോയി പറഞ്ഞു. നമ്മുടെ പഴയ സൈനം. അതായത് ഇവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, കൂട്ടുകാരൻ പോയി അവളോട് പറഞ്ഞു, അവള് പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞു. ഫ്രണ്ടിന് നിന്നെ ഇഷ്ട ആ സാധനം. ഇതൊക്കെ ഞങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ആ സംഭവം നടക്കുന്നത്. അല്ലെന്ന് ഇവൻ ഏതോ പഴയ നൂറ്റാണ്ടിൽ കിടന്നിട്ടല്ലേ? നീ അല്ലാണ്ട് കൂട്ടുകാരനെ ഏൽപ്പിക്കുവോ? അല്ലല്ല, ഒരു കാര്യം ട്രെയിനിങ്ങിന് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ശ്രീകാന്തിന്റെ മോൻ. എടാ എന്തെങ്കിലും പഠിപ്പിച്ചെടുക്കണേ. എങ്ങനെയാണ് തേപ്പ് കിട്ടാതെ മൂത്ത ചേച്ചിമാരെയൊക്കെ പ്രേമിക്കുന്നത്? പഠിപ്പിച്ചു കൊടുത്തോളാം കേട്ടോ. ഞാൻ പഠിപ്പിച്ചു കൊടുത്താളോ കേട്ടോ? ഇല്ല, പക്ഷെ 2 എണ്ണം കൊള്ളാം, ജഗജില്ലീസ് ആണ്. പക്ഷെ ഇനി അടുത്ത എന്താ പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത്? പ്രിൻസിപ്പൾ വിളിപ്പിച്ചിട്ട് അത് സോണിക ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കാറില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാനാ പോകുന്നത്. എല്ലാ കൊല്ലവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എനിക്ക് ഭയങ്കര പേടിയാ പോകും. അപ്പം ഞാനാണെങ്കിൽ ഇവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പം ഞാനൊരു ട്രൗസർ ഒക്കെ ഇട്ടാ പോയാ. അന്ന് പിന്നെ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഇന്ന് മിസ്സിനെ കാണണമല്ലോ. മിസ്സിനെ കാണാൻ പോകുമ്പോൾ നമ്മളൊരു കാണണല്ലോ. ഏതായാലും പോയി അവിടെ ഇരുന്നു. അപ്പൊ ആദ്യത്തെ ചോദ്യം, എന്തിനാ ഇവനെ ഇങ്ങ് പഠിക്കാൻ വിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിക്കാൻ. ഇവനെ എന്തിനാ ഇങ്ങോട്ട് വിട്ട് പഠിക്കാൻ? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, അവർ വിട്ടു. പറഞ്ഞു ഇതൊക്കെ യൂഷ്വലാണ് കാര്യമൊക്കെ പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ സൂപ്പർ, നിന്റെ ആദ്യത്തെ തേപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കിഷോറണ്ണ മിസ് എങ്ങനെ ഉണ്ട്? പണ്ടേ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തരുണ്ട്, ബിനു എന്ന് പറഞ്ഞവൻ. സ്കൂളിന്റെ ഗ്രൗണ്ടില് മൂത്രം ഒഴിച്ചിട്ട് ബിനു എന്ന് എഴുതി വെച്ചു. മൂത്രം കൊണ്ട് ഇങ്ങനെ ബിനു 2 അക്ഷരമല്ലേ ഉള്ളൂ. സുഖമായിട്ട് മൂത്രം കൊണ്ട് ഇങ്ങനെ ബിനു എന്ന് എഴുതി വെച്ചു, മൂത്രം ഒഴിച്ചത്. അത് കണ്ടിട്ട് ടീച്ചർ ഇവന്റെ വീട്ടിൽ കംപ്ലൈന്റ് പറയാൻ വേണ്ടി ചെന്നപ്പോഴേ ഇവന്റെ വീടിന്റെ മുറ്റത്ത് ഇവന്റെ അച്ഛൻ വിശ്വനാഥൻ പിള്ള എഴുതി വെച്ചേക്കുന്നു. ടീച്ചർക്ക് പോന്ന്, ഞാൻ ഇനി ആരോട് പരാതി പറയാനാന്ന് പറഞ്ഞിട്ട് അതുപോലെ ആയത്. വളർന്നു വരുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്തെ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി പേരന്റ്സ്. ആ വിനുവിന്റെ മോൻ എന്തിയേ? മോനേടാ മോനെ, മാമനെ വിളിക്കുന്നേ. അച്ഛനെ വീട്ടിൽ എന്താ വിളിക്കുന്നേ? ഏട്ടനോ? ഒച്ച പറഞ്ഞേ. അച്ഛനെ ഏട്ടൻ എന്നാണോ വിളിക്കണേ? അതെന്താ അച്ഛനെ കാണുമ്പോ ഏട്ടനെ പോലെ തോന്നുന്നേ? അല്ലല്ല, അവള് വിളിക്കുന്ന കണ്ടിട്ട് ഏട്ടാന്നോ? ഏട്ടന്റെ അച്ഛനെയാണ് അവൻ അച്ഛൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എല്ലാരും അച്ഛൻ. അവന്റെ മനസ്സിലൊരു മെച്ചൂരിറ്റി ഒക്കെ തികഞ്ഞൊരു അച്ഛൻ എന്ന് പറയുമ്പോ അതായിട്ടാണ് അവൻ കാണുന്നത്. മോനെ, നീ പൂജയൊക്കെ ചെയ്യാൻ പോവാറുണ്ടോ? അത് ചിലപ്പോ ഉണ്ട്. നീ ചെല്ലോ പൂജ ചെയ്യാനായിട്ട്? പൂജക്ക് എന്നാ ചെയ്യും? പൊട്ടിയാക്കി ഇട്ട് കൊടുക്കും, പിന്നെ എല്ലാം പൂജ സാധനങ്ങളും കൊണ്ടുകൊടുക്കും. എല്ലാം എടുത്തു കൊടുക്കോ?
ഓക്കെ, വെരി ഗുഡ്. അച്ഛനും അമ്മയും സ്ഥിരം പറയും ഞങ്ങളെ പോലെയല്ല ഇവനൊരു കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്ന് പറയും. ഗുഡ് ബോയ്. എന്നാ അച്ഛനെ വരക്കി വെച്ചോ. താങ്ക് യു സോ മച്ച്. മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സെമി ഫൈനൽസിലെ അടുത്ത റൗണ്ടുകളുമായി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നവരെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കൂ. ദിസ് ഇസ് Xylem MBBS മൊബൈൽ എൻട്രൻസ് ആപ്പ് പ്രസൻസ് സ്ക്വാഡ് ഫ്ലോ ക്ലീനർ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. എക്സ്ക്ലൂസീവ് മാട്രിമോണി പാർട്ണർ ChavraMatrimony.com, Spice partner Eastern, and the show is powered by Heal. കാണാം അടുത്ത ആഴ്ച. Till then, take care. God bless. Bye.